പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്, പലരും പറയാറുള്ളതാണ്. നമ്മുടെ നാട്ടിൽ മേത്തൻ എന്ന് പറയും. മേത്തൻ എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ മുസ്ലിങ്ങളെ പറയുന്നൊരു പേരാണ്, മേത്തർ. അപ്പോൾ എന്താണ് ഇങ്ങനെ? ഇപ്പം അങ്ങനെ കൊച്ചി പറയില്ല, മലബാറിൽ പറയില്ല. മലബാറിൽ പണ്ട് പറഞ്ഞിരുന്നത് മാപ്പിള എന്നാണ്. അപ്പോൾ മാപ്പിള എന്ന് പറഞ്ഞാൽ മുസ്ലിം, അതിപ്പോൾ ക്രിസ്ത്യാനിക്ക് പറഞ്ഞിരുന്നു, അത് നസ്രാനി മാപ്പിള എന്ന് പറയും. യഹൂദന്മാർക്ക് പറഞ്ഞിരുന്നു, അതിന് യഹൂദ മാപ്പിള എന്ന് പറയും. മുസ്ലിങ്ങളെ പറയുമ്പോൾ തുലുക്കൻ എന്നും പറയും, തുർക്കിക്കാരൻ എന്നുള്ള അർത്ഥമില്ല. അപ്പോൾ മേത്തൻ എന്ന് പറയുന്ന വാക്ക് മ്ലേച്ഛൻ എന്നുള്ള വാക്കിൻ്റെ തദ്ഭവമാണ് എന്നാണ് ഇന്ന് പലരെയും വിചാരം. അങ്ങനെയല്ല. മ്ലേച്ഛൻ എന്നുള്ള വാക്ക് സംസ്കൃത വാക്കാണ്. അതിൻ്റെ അർത്ഥം ശരിയായിട്ട് സ്ഫുടമായിട്ട് ഭാഷ ഉച്ചരിക്കാത്തവൻ മ്ലേച്ഛൻ, അനാര്യൻ എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ ആര്യവംശജന്മാർ അവരുടെ കൂട്ടത്തിൽ പെടാത്ത ആളുകളെ പറയുന്നൊരു വാക്കാത്. അത് അന്യൻ, അപരൻ, നമ്മുടെ കൂട്ടത്തിൽ പെടാത്തവെന്നാണ് വാസനയുടെ താല്പര്യം. അതാണ് ഈ കാഫർ, അവിശ്വാസി എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ മെഹ്താബ് എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ തിരുവിതാംകൂറിൽ മുസ്ലിങ്ങളെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന മേത്തൻ ഉണ്ടായെന്നാണ് എൻ്റെ ധാരണ. അതിന് യോഗ്യൻ, ശ്രേഷ്ഠൻ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്ന് കുതിരക്കാരായിട്ട് രാജകുടുംബങ്ങളെ സേവിക്കാൻ വന്ന ആളുകളെയാണ് മെഹ്താബ് എന്ന് വിളിച്ചിരുന്നത്. അല്ലാതെ പറഞ്ഞ് ചുരുങ്ങിയിട്ട് മേത്തൻ എന്നായതാണ്. അതിൻ്റെ ബഹുവചനമായിട്ടാണ് മേത്തർ എന്ന് പറയുന്നത്. പിന്നെ ചില ആളുകൾക്ക് അവരുടെ പാരമ്പര്യ കുടുംബനാമമായിട്ട് മേത്തർ എന്നുണ്ട്. അത് പാലുവേലൊക്കെ ഉണ്ട്, ബാബു മേത്തർ എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ അത് മ്ലേച്ഛനല്ല എന്ന് ദയവായിട്ട് മനസ്സിലാക്കുക. മ്ലേച്ഛൻ എന്ന് പറയുന്നത് ഹൈന്ദവ ആർഷ പാരമ്പര്യത്തിൽപ്പെടാത്ത ആരെയും പരാമർശിക്കാൻ ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ്.